ഇനി അതിൻ്റെ വിചാരണ നടക്കണം. അയാൾ ശിക്ഷിക്കപ്പെടും, കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ഇല്ലായിരിക്കും. അത് നമ്മുടെ ഒരു നാട്ടിൽ നടന്നൊരു നിയമപരമായ ഒരു ഏർപ്പാടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഒരുപാട് പേരെ ചോദ്യം ചെയ്യും, ഒരുപാട് ഊഹാപോഹങ്ങൾ ഒക്കെ ഉണ്ടാവുമെങ്കിലും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് എന്തിനാണ്, ഞാൻ പ്രേക്ഷകരോടും കൂടിയാണ് പറയുന്നത്, എന്തിനാണ് നമ്മളായിട്ട് ഒരാളെ കുറ്റവാളിയാക്കാൻ ഇത്രയധികം ശ്രമം നടത്തുന്നത്? അല്ലേ, ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ജഗദീഷ് ശ്രീകുമാറിനെതിരെ ഇങ്ങനെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. വിതുര പെൺവാണിഭ കേസിൽ ജഗദീഷ് ശ്രീകുമാർ ആരോപണ വിധേയനായിരുന്നു. അന്ന് എത്ര ആളുകൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. അവസാനം കോടതി വെറുതെ വിട്ടപ്പോൾ അദ്ദേഹം കുറ്റവാളി അല്ലാതായി. അപ്പോൾ കുറ്റവാളിയാവുന്നത് കോടതി ശിക്ഷിച്ചു കഴിയുമ്പോഴാണ്. അതുവരെ പലരെയും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പൾസർ സുനി ഒരുപാട് പേരുടെ പേര് പറയും, നാളെ നിങ്ങളുടെയോ എൻ്റെയോ പേര് പറയാം. അപ്പോൾ പക്ഷേ ചിലപ്പോൾ പോലീസ് നമ്മളെ വിളിച്ച് ചോദിക്കും. അത് പോലീസ് ചെയ്യേണ്ട ജോലിയാണ്, അവരത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ദിലീപ് ഇങ്ങനെ ഒരു വിഷമത്തിൽ പെടുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങൾക്കും ഇതൊക്കെ വരാം. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും, ഈ മാധ്യമപ്രവർത്തകരായ ഈ സഹോദരന്മാർക്കൊക്കെ ഇതുണ്ടാവാം. അങ്ങനെ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു വേദനയും ആഴവും മനസ്സിലാവുകയുള്ളൂ. ദിലീപോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട നടിയോ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യം സംഘടന ഇല്ല, സംഘടനയിലൊന്നും വെച്ചിരുന്നു. ഇപ്പോൾ സംഘടന മീറ്റിംഗ് നമ്മൾ നടക്കാൻ പോകല്ലേ. ഇതൊരു സംഘടന ഇടപെടേണ്ട കാര്യമല്ല. ഇപ്പം ഞാൻ പറയും, നമ്മുടെ വീട്ടിലൊരു കുട്ടിക്ക് ഇത് സംഭവിച്ചാൽ എല്ലാ ദിവസവും ഈ വീട്ടുകാർ അച്ഛനും അമ്മയും ടി വിയിൽ വന്നിരുന്നിട്ട് ആളുകളോട് പറയണോ ഇതിൻ്റെ പിന്നിൽ ഇന്ന ആളാണ്, ഇതിൻ്റെ പിന്നിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിൻ്റെ വേദനിക്കുന്ന ആളുകളാണ് സംഘടനയിലുള്ളത്. ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ അമ്മയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് അമ്മ ഇടപെടേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു ക്രൈമാണ്. ഇടപെടേണ്ടത് പോലീസാണ്. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറാണ്. അവരിടപെടുന്നുണ്ട്, അവരതിൻ്റെ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കോടതിയിൽ വരുന്നുണ്ട്. അമ്മ എല്ലാ ദിവസവും നിങ്ങളെന്താ പറയുന്നത്? ദിവസവും രാവിലെ വന്നിട്ട് ടി വിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ മാറ്റിമറിച്ചും പറയുക. എല്ലാ ദിവസവും ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പറയുന്ന വിടുവാത്തരമാണ്. നമ്മൾ ട്രെയിനിൻ്റെ വാതിലിൽ പണ്ട് വൃത്തിയോടെ എഴുതി വെക്കുന്നത് പോലെ ഓരോരുത്തർ തോന്നുന്നത് എഴുതുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ. അതിനൊന്നും അതിന് താരസംഘടനയിലെ അംഗങ്ങൾ എവിടെ പറഞ്ഞു? ടി വിയിൽ വന്നിരുന്ന് പറഞ്ഞു. സലീം കുമാർ പറഞ്ഞു, സലീം കുമാർ തന്നെ മാപ്പും പറയേണ്ടി വന്നു. അപ്പം അങ്ങനെ ആവശ്യമില്ല. ദിലീപിന്റെ അഭിപ്രായങ്ങളാണ്, അങ്ങനെ പറയേണ്ടവർ പറയട്ടെ. അപ്പം ഇതിനൊക്കെ അമ്മ പ്രതികരിക്കേണ്ട കാര്യമില്ല. നടിക്കെതിരെ പറഞ്ഞാൽ അത് അയാളുടെ അഭിപ്രായമായിരിക്കും. അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിന് നമുക്ക് സംഘടനയ്ക്ക് എന്താണ്? സംഘടനയ്ക്ക് ഇങ്ങനെ വ്യക്തിപരമായിട്ട് നാളെ അഭിപ്രായം പറയരുത്. ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ സംഘടനയ്ക്ക് അങ്ങനെ ഒരു വക്താവില്ല. അത് ദിലീപിന്റെ അഭിപ്രായമാണ്. അത് നിങ്ങൾ ദിലീപിനോടാണ് ചോദിക്കേണ്ടത്. ഞാനല്ല ദിലീപിനെ കൊണ്ട് അഭിപ്രായം പറയിപ്പിച്ചത്. അത് വ്യക്തിപരമാണ്. നോക്കാം, നമുക്ക് ചർച്ച ആവുമെന്ന് നോക്കാം. അല്ല, ദിലീപ് ഒരു വിഷമത്തിൽ ദിലീപ് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ്. ഞാൻ പോകാൻ കാര്യം, ഞാൻ വിചാരിച്ചത് ഒരു എന്താ പറയുക, ഒരു മൊഴിയെടുക്കുക എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരകരമായ ഒരു പ്രോസസ്സ് എന്ന് മാത്രം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞ് 11 മണിയായപ്പോൾ ഞാൻ ടി വിയിൽ കാണുന്നത് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ ഒരു സുഹൃത്തല്ലേ. സംഘടനാ കാര്യങ്ങളൊക്കെ പിന്നീടാണ്. സംഘടന ഉണ്ടായിട്ട് എത്ര കാലമായി? അതിനു മുമ്പും എത്രയോ അടുപ്പമുള്ളതാണ് ദിലീപുമായിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് അറിയണം. നേരിട്ട് പോയിട്ട് ഞാൻ അവിടെ ചെന്നു ചോദിക്കാൻ വേണ്ടി എന്താണ് കാര്യങ്ങൾ. തുടക്കത്തിൽ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു, ഇപ്പോഴും ഇപ്പോഴും ആത്മവിശ്വാസം. എന്താണ് ആത്മവിശ്വാസക്കുറവ്? ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ പറഞ്ഞത് എന്റെ പരാതിയിന്മേൽ ഞാൻ മൊഴി കൊടുക്കാൻ വരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ചോദ്യം ചെയ്യലാണല്ലോ നടന്നത്. അത് ഈ മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലൊക്കെ പറഞ്ഞ ചില ടെക്നിക്കലായിട്ട് ചില വേർഡുകളാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസ് കുറേ കാര്യങ്ങൾ ചോദിക്കും, അത് തന്നെയാണ് മൊഴിയെടുക്കൽ. അപ്പോൾ ദിലീപിൻ്റെ മൊഴി രേഖപ്പെടുത്തും, അത്രേ ഉള്ളൂ. അതിനകത്തൊരു വേറെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു പീഡനമൊന്നും അതിനകത്തില്ല. ദിലീപിന് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സമീപനം ആയിരിക്കില്ല എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ക്ലീൻ ചിറ്റ്? പോലീസാണോ ക്ലീൻ ചിറ്റ് നൽകേണ്ടത്? കോടതിയാണ് ക്ലീൻ ചിറ്റ് നൽകേണ്ടത്. പോലീസിന് ചാർജ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചാർജ് ചെയ്യാതിരിക്കാനേ പറ്റുള്ളൂ. എന്തെങ്കിലും രീതിയിലുള്ള ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റോ, ഈ പൾസർ സുനി എന്ന് പറയുന്ന ആളുടെ ഫോണിലേക്ക് ദിലീപിൻ്റെ ഫോണിൽ നിന്ന് ഒരു കോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദിലീപിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു? തുടക്കത്തിലെ പോലീസ് പിടിക്കില്ല. ഇത്രയും കാലമായിട്ട് ഒരു അറസ്റ്റ് പോലും ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്ത ഒരാളെ എന്തിനാണ് നിങ്ങൾ കുറ്റവാളിയാക്കാനായിട്ട് നിങ്ങൾ ഇത്ര ഒരു ആവേശം കാണിക്കുന്നത്? എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിനുശേഷം ഉണ്ടായ ചില മുതിർന്ന നടന്മാരുടെ പരാമർശം, ദിലീപിന്റെ പരാമർശത്തിനെതിരെ നടി തന്നെ രംഗത്ത് വന്നു. കാരണം കുറ്റവാളിയുമായി ബന്ധമുണ്ടെന്ന് പരസ്യമായ ഒരു ചാനലിൽ പറഞ്ഞ രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആ വിഷയത്തിൽ കാരണം നടനും ഈ അമ്മയിൽ പെടുന്ന ആളാണ്. ആ കാര്യത്തിൽ സംഘടനയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിലപാട്? അത് സംഘടനയാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ മീറ്റിംഗ് കൂടുമ്പോൾ ഞാനതാണ് നേരത്തെ പറഞ്ഞത്, അതൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ കഴിയുന്നത്ര ഒന്നും പറയാതിരിക്കുന്നതുകൊണ്ട്, കാരണം പറഞ്ഞാൽ നിങ്ങൾ വിടൂല. അതെന്തിനാ അങ്ങനെ പറഞ്ഞു? സംഘടനയ്ക്ക് അതിനെ നിയന്ത്രിക്കാനൊന്നും അധികാരമില്ല. സംഘടന എന്ന് പറയുന്നത് ഒരു തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ സംഘടനയാണ്. അപ്പോൾ ആ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരം കാണാനേ പറ്റുള്ളൂ. തൊഴിൽ മേഖല അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായാലോ? അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, സംഘടനയാണോ നാളെ ഇതിന്റെ കുറ്റവാളി അറസ്റ്റ് ചെയ്യേണ്ടത്? ആണ്, ജോലി സമയത്ത് നടന്നതാണ് അത്. പക്ഷേ ഇതൊരു ക്രൈമല്ലേ, ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമല്ലേ? സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഞങ്ങൾ അതിന് ആ
സംഭവം നടന്ന ഉടനെ തന്നെ ഇന്നസെൻ്റ് ആയിട്ട് മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു. മുഖ്യമന്ത്രി ഉടനെ ഇടപെട്ടു. ഒരാഴ്ചക്കുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തില്ലേ? അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ശരിയാണ്, സംഘടന പോയി സമരം ഇരിക്കുമായിരുന്നു, സംഘടന പോയിട്ട് പ്രതികരിക്കുമായിരുന്നു. ഞങ്ങളുടെ ഒരു സഹോദരിക്ക് ഇങ്ങനെ വേദനയായിട്ട് എന്താണ് ഗവൺമെൻറ് ഇതിനകത്ത് നടപടിയെടുക്കാത്തതെന്ന് ചോദിക്കുമായിരുന്നു. ഇത് ഒരാഴ്ചക്കുള്ളിൽ പ്രതി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കുറ്റപത്രം കൊണ്ടിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. സംഘടനയിലെ അംഗങ്ങൾ തന്നെയാണ്. നടിയും അതാ ഞാൻ പറഞ്ഞത്, അത് വ്യക്തിപരമായ അഭിപ്രായമാണ്, സംഘടനയുടെ അഭിപ്രായമല്ല. അതുകൊണ്ടൊരു നിയന്ത്രണം വേണ്ടേ അത്തരത്തിലൊരു? അതിന് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും സംഘടന പോയിട്ട് ഇയാളുടെ കാലത്ത് വായു മൂടി കിട്ടുമോ? അല്ലെങ്കിൽ എന്ത് പറയണം? അതല്ല, ഒരു ഞാൻ പരസ്യ പ്രസ്താവന ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെയല്ല, പരസ്യ പ്രസ്താവനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തില്ല എന്നാ പറഞ്ഞത്. അല്ലല്ല, പരസ്യ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ്. നമുക്ക് പോയിട്ട് സംഘടന വിലക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്കുള്ളതല്ലേ സംഘടന. ഈ വിഷയം ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്നും മാറി വൈകിട്ട് ഈ വിഷയം എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ന് നല്ലപോലെ ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് മെമ്പേഴ്സ് എല്ലാം ഇതിനെപ്പറ്റി നമ്മൾ വേവലാതിപ്പെടുന്ന ആളുകളാണ്. എന്നെ മാത്രം പിടിക്കണ്ട കേട്ടോ, വേറെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഒഴിവായി പോകും. ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വേറെ ആളുകൾ മിസ്സാകുമ്പോൾ നിങ്ങൾക്കാണ്. എന്തായാലും നമുക്ക് സംഘടന മീറ്റിംഗ് ആയിട്ട് കാണാം എല്ലാവർക്കും. താങ്ക് യു.